പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം തുറക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കയ്യിലെടുക്കുമ്പോൾ, അത് തുറക്കുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ദാഹം, ഒരു ജ്വലനം, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, സാവൂള് തനിക്ക് യോഗ്യനല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം പുതിയൊരുവനെ അഭിഷേകം ചെയ്യാനായിട്ട് ദൈവം സാമൂലിനെ പറഞ്ഞയക്കുക ജെസ്സയുടെ ഭവനത്തിലേക്ക്. സാമൂൽ പ്രവാചകൻ അറിയാം, ഇത് സാവൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ വധിക്കും. പിതാവായ ദൈവം സാമൂലിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ബലിയർപ്പിക്കാൻ ബത്ലഹേമിൽ ബലിയർപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീ പോവുക. ജെസ്സയെ ബലിയിൽ പങ്കാളിയാക്കാനായിട്ട് നീ ക്ഷണിക്കുക. അങ്ങനെ ബത്ലഹേമിൽ ജെസ്സയുടെ ഭവനത്തിലേക്ക് സാമൂൽ പ്രവാചകൻ കടന്നു ചെല്ലുകയാണ്. ജെസ്സയുടെ മക്കളിൽ ഒരുവനെയാണ് ദൈവം വീണ്ടും പുതിയ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ജെസ്സയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അർപ്പണത്തിനായിട്ട് മക്കളെയും വിളിച്ചു. ജെസ്സയെയും മക്കളെയും അവിടുന്ന് വിശുദ്ധീകരിച്ചു. സാമൂൽ പ്രവാചകൻ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കയ്യിൽ കരുതിയ ആ പശുക്കുട്ടിയെ കരുതിയിട്ടുണ്ട്. അങ്ങനെ ബലിയർപ്പണത്തിനായിട്ട് അവരെ വിളിച്ചു, അവരെ എല്ലാവരെയും വിശുദ്ധീകരിച്ചു. അപ്പോൾ തന്റെ മുമ്പിലേക്ക് ആദ്യം കടന്നു വന്നത് ഏലിയാബാണ്, അതായത് ജെസ്സയുടെ മൂത്ത മകൻ. ഏലിയാവിനെ കണ്ടപ്പോൾ സാമൂൽ പ്രവാചകൻ മനസ്സിൽ വിചാരിച്ചു, ഇവൻ തന്നെ താൻ അഭിഷേകം ചെയ്യാൻ പോകുന്ന അടുത്ത അവകാശി, അതായത് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ പിതാവായ ദൈവം സാമൂലിനോട് പറയുകയാണ്, അവനെ ഞാൻ എന്നെ കളഞ്ഞിരിക്കുന്നു. അവന്റെ ആകാരവടിവും ഉയരമൊന്നും കണ്ടിട്ട് നീ ഒന്നും കൂടുതൽ ഒന്നും വികാരപരവനൊന്നും ആകണ്ട, അവനൊന്നും അല്ല. അങ്ങനെ അവനെ മാറ്റി ജെസ്സെ അടുത്ത പുത്രനെ കൊണ്ടുവന്നു. അങ്ങനെ 7 മക്കളെ സാമൂൽ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ സാമൂൽ പ്രവാചകൻ ജെസ്സയോട് പറയുക, ഇവരാരുമല്ല, നിന്റെ മക്കൾ കഴിഞ്ഞോ, ഇനി നിനക്ക് മക്കളുണ്ടോ? അപ്പോൾ ജെസ്സെ സാമൂൽ പ്രവാചകനോട് പറയുകയാണ്, ഉണ്ട്, ഇളയ ഒരു പുത്രൻ കൂടിയുണ്ട്, അവൻ ദൂരെ ആട് വയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പിതാവായ ദൈവം പറഞ്ഞതനുസരിച്ച് കൊമ്പിന്റെ അകത്ത് തൈലമൊക്കെ ആയിട്ടാണ് സാമൂൽ പ്രവാചകൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആളെ വിട്ട് ആട് വെച്ചുകൊണ്ടിരിക്കുന്ന ബാലനായ ദാവീദിനെ ജെസ്സെ സാമൂൽ പ്രവാചകന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരിക. പിന്നെ തുടർന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാം, സാമൂൽ പ്രവാചകൻ ദാവീദിനെ തൈലമൊഴിച്ച് അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. പിന്നെ ദാവീദിന്റെ ചരിത്രം തിരുവചനത്തിൽ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഗോലിയാത്തിനെ നിസ്സാരം ഒരു ചവണയും കല്ലും ഉപയോഗിച്ച്, അത്രയും ശക്തനായ ഗോലിയാത്തിനെ, ശരീരം മുഴുവൻ പല വിധത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് ഒരു വലിയ സൈന്യത്തെ പോലും ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ ശക്തനായ ഗോലിയാത്തിനെ ദൈവത്തിന്റെ ശക്തിയാല്, ദൈവത്തിന്റെ കൃപയാല്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് ഈ ദാവീദ് ഒരു കല്ലും ചവണയും ഉപയോഗിച്ച് വീഴ്ത്തിയിട്ട് ഗോലിയാത്തിന്റെ കയ്യിലെ വാളുകൊണ്ട് അവന്റെ തല വെട്ടിയെടുക്കുന്ന സംഭവം. പിന്നെ ദാവീദിന്റെ ചരിത്രം അങ്ങനെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാവീദ് വളർന്ന് വലുതായി കുടുംബജീവിതമൊക്കെ ആരംഭിച്ച് രാജാവിന്റെ ആ പ്രൗഢിയിലൊക്കെ ജീവിക്കുമ്പോൾ ഒരിക്കല് രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ ദൂരെ കുളിക്കടവില് ഒരു സുന്ദരിയായ പെൺകുട്ടി കുളിക്കുന്ന രംഗം ദാവീദ് കാണുകയാണ്. അവിടുന്ന് ഒന്ന് നോക്കി, തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാതെ വീണ്ടും വീണ്ടും അവൻ അരുതാത്ത ആ കാഴ്ചയെ കണ്ട് അവൻ ആസ്വദിച്ചു. അവളെ സ്വന്തം കൊട്ടാരത്തിലേക്ക് ആളയച്ച് വിളിച്ചു വരുത്തി. അവളെ രാജാവെന്ന് പറയുമ്പോൾ എല്ലാ അധികാരങ്ങളും ഉള്ളവനാണ്. രാജാവിനെ നിയന്ത്രിക്കാനോ ശാസിക്കാനോ തിരുത്താനോ ഒന്നും ആരുമില്ല. അങ്ങനെ രാജാവ് വിളിച്ചു വരുത്തി ആ സ്ത്രീയെ പ്രാപിക്കുന്ന ഒരു സംഭവം തിരുവചനത്തിൽ പറയുക. പ്രിയപ്പെട്ടവരെ, അവള് പിന്നീട് ഗർഭിണിയായതറിഞ്ഞ് ആ പാപം മറച്ചു വെക്കാനായിട്ട് അവളുടെ ഭർത്താവിനെ ഈ ദാവീദിന്റെ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിരുന്നു ഊറിയ എന്ന് പറയുന്ന അയാളെ ഈ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് വളരെ തന്ത്രപൂർവ്വം ഈ അവന്റെ ഭവനത്തിലേക്ക് യുദ്ധസ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തി ലീവ് എടുപ്പിച്ച്, ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ ലീവ് എടുപ്പിച്ച് അവന്റെ ഭവനത്തിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാജഭക്തി മൂത്തെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ രാജാവിനോട് പറയാ, ഞാൻ യുദ്ധസ്ഥലത്തേക്ക് പോകണം, എനിക്കിപ്പോ ലീവൊന്നും വേണ്ട. എന്ത് സംഭവിച്ചു? അവസാനം രാജാവ് പറയുന്നതനുസരിച്ച് സ്വഭവനത്തിലേക്ക് പോകാൻ തയ്യാറാകാതിരുന്ന അവനെ യുദ്ധത്തിന്റെ
മുൻഭാഗത്തേക്ക് പറഞ്ഞയച്ച് കൊല്ലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഊറിയായുടെ ഭാര്യയെ ദാവീദ് സ്വന്തം ഭാര്യയായിട്ട്, രണ്ടാമത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, തന്റെ കണ്ണുകളെ, തന്റെ മനസ്സിനെ, തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു നിമിഷം ദൈവത്തെ മറന്ന്, തന്നെ മറന്ന്, ദൈവത്തിന്റെ സ്നേഹത്തെയും കരുണയും മറന്ന് പാപം ചെയ്തപ്പോൾ ദാവീദ് പിന്നെ അവിടെ ചെയ്യുന്നതൊക്കെ വലിയ പാപത്തിന്റെ പരമ്പരയാണ്. അവന്റെ കുടുംബത്തിൽ വന്ന് ഭവിക്കുന്നില്ല, അവന്റെ പാപത്തിന്റെ പരമ്പരയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാനിടയുള്ള ഒത്തിരി വിധ പാപങ്ങളുണ്ട്. ഈ 10 കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള പാപത്തെ ഒഴിവാക്കാനായിട്ട്, ആ പാപത്തിനെതിരായിട്ടുള്ള കൽപ്പനകളാണല്ലോ 10 കൽപ്പനകൾ. ഈ കൽപ്പനകൾക്ക് വലിയൊരു രഹസ്യമുണ്ട്. ഈ കൽപ്പനകളിൽ തന്നെ വലിയൊരു രഹസ്യമുണ്ട്. 10 കൽപ്പനയിൽ ആദ്യത്തെ 3 എണ്ണം ലംഘിക്കുന്നവൻ ബാക്കി 7 എണ്ണം ലംഘിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുക, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടർന്നുള്ള ബാക്കി 7 കൽപ്പനകൾ ആദ്യത്തെ 3 എണ്ണം ലംഘിക്കുന്നവൻ ആ ബാക്കി 7 കൽപ്പനകളും ലംഘിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ? അനുഗ്രഹം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി നീ കാത്തു സൂക്ഷിക്കുക. നീ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിന്റെ പാപം അഴുക്ക് നിറഞ്ഞ പടിച്ചേറ്റിലേക്ക് തള്ളിവിടാതെ, അതിൽ പെരുവിരൽ പോലും കുത്താൻ ഇടവരാതെ നിന്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അവര് ഹോം നേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോം നേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഭർത്താവില്ലേ? ഭർത്താവുണ്ട്. ഭർത്താവ് ഒരു മേസ്തിരിപ്പണിയൊക്കെ എടുക്കുന്ന ഒരു മനുഷ്യനാണ്, മുഴു കുടിയനാണ്. തുടർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്, ഈ സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് പാപജീവിതം നയിക്കുകയാണ്. അയാളുടെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്താണ്. 2 മക്കളുണ്ട്. ഇവര് ഇടയ്ക്ക് ടൗണിലൊക്കെ പോയി ലോഡ്ജ് റൂം എടുക്കും. അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ച് മടങ്ങും. ഞാൻ ഈ സഹോദരിയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, സഹോദരി, കർത്താവ് തന്റെ അൾത്താരയുടെ മുമ്പിൽ വെച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തന്നതാണ്. മദ്യപാനിയാണെങ്കിലും കുറവുകളുണ്ടെങ്കിലും ഈ ഭർത്താവ്, ആ വകയിൽ ഇവർക്ക് മക്കളൊന്നുമില്ല. പക്ഷേ മറ്റവൻ സാത്താൻ തന്നതാണ്. ഈ മറ്റേ കക്ഷി എന്ന് പറയുന്നത് അത് സാത്താൻ തന്നതാണ്. പക്ഷേ ഇവൾക്ക് കർത്താവ് തന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം സാത്താൻ തന്നതിനോടാണ്. മനസ്സിലായോ? അവനെ ഉപേക്ഷിക്കാനോ അവനുമായിട്ടുള്ള പാപജീവിതം അവസാനിപ്പിക്കാനോ ഇവിടെ തയ്യാറല്ല. അപ്പൊ ഇവിടെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഭവനം നിർമ്മിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സഹോദരി, നീ 3 ദിവസം ഉപവാസം എടുക്കും, നിനക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. 3 ദിവസം നീ ഉപവാസം എടുക്കും. അപ്പം ഇവിടെ ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, പണിയൊന്നും എടുക്കുന്നില്ല, ഇപ്പം വീട്ടിൽ തന്നെ ഉള്ളത്. 3 ദിവസം ഉപവാസം എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സ്ത്രീ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് പലവിധ തടസ്സങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നീ എത്രയും വേഗം നീ കുമ്പസാരിച്ചതിന് ശേഷം ആ വ്യക്തിയായിട്ടുള്ള നമ്പർ ബ്ലോക്ക് ചെയ്യണം. ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് നീ അയാളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള പാപബന്ധം നീ അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രദറെ, അയാൾക്ക് വിഷമമാകും. പറഞ്ഞു മനസ്സിലായോ? പ്രിയ സഹോദരങ്ങളെ, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. വിവാഹം കഴിച്ച് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിലായിട്ട് ആക്സിഡന്റ് മൂലം പല വിധത്തിലും നടുവിനെ ക്ഷതമേറ്റ് കിടപ്പിലായി പോയ ഭർത്താക്കന്മാരെ ഒന്നുപോലെ നോക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമായിട്ടൊന്നും ഇവർക്ക് ശാരീരിക ബന്ധം പുലർത്താനോ അതിന്റെ ഒരു സന്തോഷം കണ്ടെത്താനോ ഒന്നും സാധിക്കുന്നില്ല ഇവർക്ക്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉടനെ ഏതെങ്കിലും മറ്റൊരു പുരുഷനെ കണ്ടെത്തി അവരുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ത്രീ പറയുന്നത് ഇയാൾ സ്വന്തം ഭർത്താവ് മദ്യപാനിയാണ്, അല്ലെങ്കിൽ അയാളുടെ കുറെ കുറവുകൾ പറയുന്നു. പക്ഷെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. ചിലപ്പം അത് ആ അവസ്ഥ ഉൾക്കൊള്ളാനും അത് അയാളെ കൊണ്ട് പ്രാർത്ഥിക്കാനും അയാളെ ആ വിധത്തിൽ മാനസാന്തരത്തിൽ നയിക്കാനും ഇവർക്ക് സാധിക്കണം. അയാൾക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ആളെ കയറി പോവുകയും അവരുമായിട്ട് ജീവിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, അയാൾക്ക് വിഷമമാകുന്നു. ഞാൻ ആ സഹോദരി പറഞ്ഞു, ഇയാളെ ഉപേക്ഷിച്ചിട്ട്, ഈ ദൈവം തന്നവനെ ഉപേക്ഷിച്ചിട്ട് നീ അയാളുടെ കൂടെ പോയി സ്ഥിരതാമസം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. അയാളുടെ ഒരു മക്കളെ നോക്കി അയാളുടെ വീട്ടിൽ ഒരു അടിമയെ പോലെ നീ ജീവിക്കേണ്ടി വരും. നിനക്ക് സ്വന്തമായിട്ട് പണിയെടുക്കാനോ സമ്പാദിക്കാനൊന്നും പറ്റിയില്ല. അത് മാത്രമല്ല, ഇപ്പം നിനക്ക് ഇന്ന് കിട്ടുന്ന, അപ്പൊ അയാൾക്ക് പോലും ഒരുപക്ഷെ ഇന്ന് കിട്ടുന്ന ആ സന്തോഷവും സുഖം നിനക്ക് അന്നേരം നിനക്ക് കിട്ടത്തില്ല. സ്ഥിരം അയാളുടെ കൂട്ടത്തിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അയാളുടെ തനിനിറം എന്താണ്, അയാളുടെ യഥാർത്ഥ മുഖമെന്നുള്ളത് നീ തിരിച്ചറിയും. അന്ന് നീ വേദനിച്ചിട്ടോ വിലപിച്ചിട്ടോ വല്ല കാര്യമുണ്ട്, നിനക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചു വരാൻ പറ്റുമോ? അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥ വരും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, പാപം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, അത് പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിരവധി വ്യക്തികൾ, അതായത് എന്നാ പറയട്ടെ,
ഒരു തിയേറ്ററിൽ കയറി, ഒരു ടാക്കീസിൽ കയറി സിനിമ കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ ഇറങ്ങി വരുന്ന ലാഘവത്തോടുകൂടിയാണ് പലരും ഇന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ടും അല്ലെങ്കിൽ മറ്റ് അവരുടെ രഹസ്യ കേന്ദ്രങ്ങളോ അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് അവര് പാപം ചെയ്ത് ഇട്ട് വളരെ നിസ്സംഗതയോടുകൂടി തിരിച്ചിറങ്ങി വരുന്നത്. ഈ പാപത്തിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് അതിനപ്പുറമായിട്ട് ഒരു കൊലപാതകവും കൂടെ മിക്കവാറും നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഗർഭഛിദ്രം. മനസ്സിലായില്ലേ? അപ്പം ഇന്നത്തെ തലമുറയോടാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇന്നത്തെ തലമുറയോട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നുമില്ല. ഒരു ഡ്രസ്സ് അടുത്ത ഡ്രസ്സ് ഇടുന്ന ലാഘവത്തോടു കൂടി ഇഷ്ടപ്പെടുന്നവരുടെ ഒക്കെ കൂടെ എന്താ പറയണ്ടേ, ഈ ഒരു സുഖം തേടി പോകുന്നവരും ഈ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നവരും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അവന്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കായിട്ട് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ അവൻ പറയാ, അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു, അവളും അവളുടെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. ഇവർക്ക് ഇത്തരത്തിലൊരു പാപം ചെയ്യാനായിട്ട് വളരെ ചാൻസ് ഒത്തു വന്നതാണ്. പക്ഷേ അതിനുശേഷം അവന്റെ പേഴ്സിൽ അവൻ ഒരു സാധനം എപ്പോഴും കരുതുവാരെന്നായിരുന്നു പറഞ്ഞു. ഇതുപോലൊരു അവസരം ഒത്തു കിട്ടുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അവന്റെ പേഴ്സിൽ അവന്റെ സാധനം കരുതുവാരുന്നത്. ഞാൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപത്തിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ത്വരയോടുകൂടിയാണ് പല ചെറുപ്പക്കാരും നടക്കുന്നത്. അതിന്റെ സുഖം എന്താണെന്ന് അറിയാനുള്ള ഒരു അഭിവാഞ്ജയും ഒരു ജിജ്ഞാസയൊക്കെ ഇന്ന് പലരുടെയും ഹൃദയത്തിലുണ്ട്, പലരുടെയും തലച്ചോറിലുണ്ട്. പക്ഷേ അടുത്ത നിമിഷം ആ വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് ഇവന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു, ഇവനെ എന്നേക്കുമായിട്ടും അവൻ അടിമയാക്കുന്നു. പിന്നെ ഇവൻ എത്ര ആഗ്രഹിച്ചാലും അതിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുകയായിരുന്നു. ദൈവം ഇവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വാഗ്ദാനങ്ങളെ, അനുഗ്രഹങ്ങളെ ഇവന് ജീവിതത്തിൽ പിന്നെ പ്രാപിക്കാൻ പറ്റിയാലെന്നുള്ളതും, ഇവന് ഒരു വിശുദ്ധയായ ഒരു ജീവിത പങ്കാളിയെ, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, കിട്ടിയായിരുന്നു ഉള്ള ഒരു ബോധ്യം ഇന്ന് നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇല്ല. പറഞ്ഞു മനസ്സിലായി. എന്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തരുന്നൊരു വേദം ഉണ്ടായിരുന്നു. മോനെ, ചാരിത്രശുദ്ധി എന്ന് പറയുന്നത് അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല, അത് ആണുങ്ങൾക്ക് ഉള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വികാരം കൊണ്ട് മനസ്സ് കീഴ്പ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സുബോധം ഉള്ളപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എന്റെ പൊന്നു പരിശുദ്ധി അമ്മേ, ജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരുത്തരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയിലൊക്കെ കുറെ ആളുകൾ ദൈവത്തിന് വേണ്ടിയിട്ട് നല്ല ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. വൈദികര്, സന്യസ്തര്, വൈദികനാകാൻ പോകുന്നവൻ ബ്രഹ്മചര്യ വ്രതം, പിന്നെ സിസ്റ്റർമാര് സന്യാസിനികളാകാൻ പോകുന്നവര് സന്യാസവ്രതം ഒക്കെ എടുക്കും. ഇതുപോലെ തന്നെ മറ്റൊരു വ്രതമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമായ മേന്മയേറിയ മഹത്വമുള്ള ഒരു വ്രതമുണ്ട്. എന്താണെന്നറിയാമോ? ഏക ഭാര്യാവ്രതം, ഏക ഭർത്തൃവ്രതം. ഒരു ക്രിസ്ത്യാനിക്ക്, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക തിരുസഭയിലുള്ള ഒരു വ്യക്തിക്ക് ഒരു വിവാഹിതനാകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, വിവാഹിതയാകാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് നീ പോലും അറിയാതെ നീ എടുക്കുന്ന ഒരു വ്രതമാണ് ഏക ഭാര്യാവ്രതം, ഏക ഭർത്തൃവ്രതം. മരണം വരെ ഇവന്റെ കൂടെ മാത്രം, ഇവരുടെ കൂടെ മാത്രം ഞാൻ ജീവിച്ചുകൊള്ളാം. നീ വ്യഭിചാരം ചെയ്യുമ്പോൾ, നീ ഒരു അന്യ സ്ത്രീയുടെ, അന്യ പുരുഷന്റെ കൂടെ ശയിക്കാൻ പോകുമ്പോൾ നിന്റെ ഈ വ്രതം അവിടെ അവസാനിക്കുക. മനസ്സിലായോ? ഞാൻ എന്റെ പൊന്നുതമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ലൈംഗിക വിശുദ്ധി, ആ വിശുദ്ധി നഷ്ടപ്പെടാനായിട്ട് ഇടവരുന്ന സമയത്തിന്റെ ഒരു നിമിഷം മുമ്പേ എന്റെ ജീവനെ എന്റെ ശരീരത്തിൽ പിൻവലിച്ചേക്കണേ. എന്റെ തമ്പുരാൻ എന്നോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനന്ത സ്നേഹം അതാ. ഈ നിമിഷം വരെ തമ്പുരാന്റെ ഒരു കുഞ്ഞു പൈതലിനെ പോലെ കൈ പിടിച്ച് നടത്തിയ അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വ്യക്തികളും വിദേശത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ ക്രിസ്ത്യൻ കൺട്രികളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇവരുടെ ഭർത്താവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഭാര്യയോ ഇവരുടെ ഭർത്താവും മക്കളും ഒക്കെ നാട്ടിലായിരിക്കും. എല്ലാവരും ഒന്നും കൂടെ ഉണ്ടാവണമെന്നില്ല. പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അവർ ദൂരെയാണല്ലോ, അവർ കാണുന്നില്ലല്ലോ, അവർ അറിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ ആരെങ്കിലും ഒക്കെ സെറ്റപ്പ് ആക്കി അവിടെ ഒരു രഹസ്യ ജീവിതം നയിക്കുന്ന അനുഭവമുണ്ട്. അതുപോലെ ആഗ്രഹിക്കുന്ന സമയത്ത് തൃപ്തി കണ്ടെത്താനായിട്ട് അത്തരത്തിലുള്ള ആരെങ്കിലും കണ്ടെത്തി അവരുമായിട്ട് പിന്നെ എന്താ പറയുക ശയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവർ വിചാരിക്കുന്നത് ഇവർ ചെയ്യുന്ന പ്രവൃത്തി ആരും കാണുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവർ, ഈ കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് എന്താണെന്നറിയോ? ഈ കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ത്രിത്വമാകുന്ന ദൈവം തന്റെ പശ ഇട്ടിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടാണ്. ഈ ചട്ടക്കൂട്, ഇത് ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും വെല്ലുപ്പിനും വെല്ലുമയും എല്ലാം അടങ്ങുന്ന ഈ ഒരു ചട്ടക്കൂട് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭവനത്തെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പരസ്പരം ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നിർമ്മിതി. പക്ഷേ ഈ ദൂരെ ആയിരിക്കുന്നവൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ പാപം ചെയ്യുമ്പോൾ എന്താണെന്നറിയാവോ? അവരിൽ പ്രവേശിക്കുന്ന ആ വ്യഭിചാരത്തിന്റെ ദുർബോധം, ആ ദുർബോധം തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഭാര്യയുടെ ദേഹത്തും കയറും, അല്ലെങ്കിൽ ഭർത്താവിന്റെ ദേഹത്തും കയറും, മക്കളുടെ ദേഹത്തും കയറും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇതേ പാപത്തിൽ തന്നെ അവൻ വഴുതിരിക്കും. മനസ്സിലായോ? ഇതേ പാപത്തിൽ തന്നെ അവൻ ഈ നാട്ടിലായിരിക്കുന്ന ഭാര്യയും മക്കളെയും അല്ലെങ്കിൽ നാട്ടിലായിരിക്കുന്ന ഭർത്താവിനെയും മക്കളെയും ഒക്കെ വഴുതിരിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിന്റെ ഉള്ളത്തേക്ക് കൊള്ളുന്ന ഈ ഭൂമി, ഈ ഭൂഗോളം, ഇതിന്റെ ഉള്ളിലായിരിക്കുന്നവരാണ് നീയും നിന്റെ കുടുംബമൊക്കെ. ഇവിടെ നീ കാണിച്ചു കൊടുക്കുന്ന അഭ്യാസങ്ങളെല്ലാം സർവശക്തനായ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയുക. അതുകൊണ്ട് എവിടെയായിരുന്നാലും, ഈ ഭൂമിയിൽ നീ ഏത് കോണിലായിരുന്നാലും
നീ നിന്റെ ദൈവത്തിന്റെ കൺമുമ്പിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി നീ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, സാത്താൻ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വെക്കാനായിട്ട് നീ അവിടെ വെൽക്കം ബോർഡൊന്നും വെക്കണ്ട. അവൻ തന്നെ വന്ന് വലിഞ്ഞു കയറി, നീ ഒരു പഴുതിട്ടാൽ മതി, ജനലിൽ ഒരു പാളി തുറന്നിട്ടാൽ മതി, ഒരു ചെറിയൊരു പഴുത് അവശേഷിപ്പിച്ചാൽ മതി, അവൻ വന്ന് വലിഞ്ഞു കയറിക്കോളും. പക്ഷെ ദൈവം അങ്ങനെ വലിഞ്ഞു കയറാൻ വരത്തില്ല. നീ ആദ്യം നിന്റെ ഹൃദയം, നിന്റെ ഭവനം വിശുദ്ധമായിട്ട് നീ ആദ്യം കാത്തു സൂക്ഷിക്കണം, വിശുദ്ധമായിട്ട് നീ നിലനിർത്തണം. എന്നിട്ട് നീ നിലവിളിച്ച് ദൈവത്തെ സ്വാഗതം ചെയ്യുന്ന തീഷ്ണതയോടുകൂടി നീ ഹൃദയപൂർവ്വം ക്ഷണിച്ചാൽ മാത്രമേ അവിടെ നിന്നിലേക്ക് ഒന്ന് എത്തിപ്പോയി നോക്കുകയുള്ളൂ. മനസ്സിലായോ? ഈ ഏത് ഒരു പഴുത് കിട്ടിയാൽ വലിഞ്ഞു കയറി വരുന്ന സാത്താൻ അവൻ കള്ളനാണ്, അവൻ പിടിച്ചുപറിക്കാരൻ. അവൻ വന്നിട്ട് നിന്റെ കുടുംബത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കടന്നു പോകും. ഇപ്പോ പഴയ നിയമ ഗ്രന്ഥത്തില് ജോസഫിന്റെ പൂർവ്വപിതാവായ ജോസഫ്, പോത്തിഫാറിന്റെ ഭാര്യ സുന്ദരനായ സുമുഖനായ ജോസഫിനെ കണ്ട് അവനില് എന്താ പറയണ്ടേ ആഗ്രഹം തോന്നി അവനെ തന്റെ കൂടെ കിടക്കാനായിട്ട് ക്ഷണിക്കുക. എന്നിട്ട് ഇവനെ കയറി പിടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ജോസഫ് തന്റെ പുറങ്കുപ്പായം ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുക. ഒരു നിമിഷത്തെ ചിലപ്പോൾ ഒരു പക്ഷേ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കിട്ടാവുന്ന ആ സുഖത്തിൽ നിന്ന് ഓടി അകലുന്ന ജോസഫ് ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ 12 വർഷത്തോളം ജയിലിൽ കിടക്കണമെന്ന്. പക്ഷേ അവന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവൻ ഇസ്രായേലിന്റെ രാജാവായി ഉയർത്തപ്പെട്ടു എന്നുള്ള, രാജാവിന് തുല്യമായ ഒരു പദവിയിലേക്ക് ആ ഈജിപ്തിൽ തന്നെ ഉയർത്തപ്പെടുകയും പിന്നെ ഇസ്രായേലിന്റെ പരമ്പരയുടെ ഒരു തുടക്കമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് വചനം പറയുകയാണ്, പാപത്തിൽ നിന്ന് നീ ഓടി അകലിൽ. അതുകൊണ്ട് ഇന്ന് ലോകത്ത് എവിടെയായിരുന്നാലും പഠിക്കാൻ പോയിരിക്കുന്ന വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും അതുപോലെ തന്നെ കുടുംബസ്ഥരോടും ഒക്കെ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുബോധമുള്ളപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ജീവിതത്തിലെ ശരീരത്തിന്റെ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറയുന്നത് ലൈംഗിക വിശുദ്ധിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കി കാര്യങ്ങൾ. ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ, അത്തരത്തിലൊരു പാപത്തിൽ വീഴാൻ എന്നെ ഇടവരുത്തരുതേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. കാരണം വചനം പറയുന്നു, ഇന്ന് നിൽക്കുന്നവൻ നാളെ വീഴാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ദൈവസന്നിധിയിൽ കണ്ണീരോടും വിലാപത്തോടും ഏറ്റുപറഞ്ഞ് അനുദപിക്കുക. കർത്താവെ, അവിടുത്തെ കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇത്തരത്തിലൊരു ബന്ധനത്തിൽ നിന്നെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണമേ. എന്നിട്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഇനി തുടർന്നുള്ള എന്റെ ജീവിതം മക്കളെ മറിയത്തെ പോലെയൊക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട്, ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കാനായിട്ട് നീ തയ്യാറാകുക. സംഭവിച്ചു പോയതിനെ കുറിച്ച് തന്നെ ഒരു കൂടി പ്രാവശ്യം ചിന്തിച്ചിട്ടും കാര്യമില്ല. സംഭവിച്ചതിട്ട് വീണ്ടും സംഭവിക്കാതിരിക്കാനായിട്ട് നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.